പ്രിയപ്പെട്ടവരെ, മറുനാടൻ മലയാളി ചാനലിൻ്റെ ഷാജൻ സ്കറിയ ഒരു ക്രൈസ്തവനാണെന്ന് പലയിടത്തും പറയാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ മതവിശ്വാസം സ്വീകരിക്കാം, എവിടെയും പോകാൻ എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അയാൾ ക്രൈസ്തവനെന്ന് ആവർത്തിച്ച് പറയുകയും ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് പ്രസംഗിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായ ആരാധനാലയങ്ങളിൽ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ അതിന് ന്യായീകരണമില്ല. പിന്നെ എന്തിനായാലും ഞാൻ കത്തോലിക്കനാണ്, ഞാൻ ക്രൈസ്തവനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. ആ വിശ്വാസമേറ്റ് പറയുന്നത് വഴി വേറൊരു മതത്തെ തള്ളിപ്പറയുകയല്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്. ഞാനോടുകൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ അമ്പലമാണ്. ഞാൻ 2008 അമ്പലം തുടങ്ങുന്നത്. അന്നാണ് മറുനാടൻ മലയാളി ആരംഭിക്കുന്നത്. 17-18 വർഷം മുമ്പ് മറുനാടൻ മലയാളി തുടങ്ങുന്നത്. അതേ വർഷമാണ് എൻ്റെ ഗ്രാമത്തിൽ ഒരു അമ്പലം ആരംഭിക്കുന്നത്, അയ്യപ്പ ക്ഷേത്രം. 17 വർഷമായി ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ മുഖ്യദിനത്തിലെ ഉത്തരവാദിത്വം എനിക്കാണ്. എവിടെയാണെങ്കിലും ഞാൻ ആ പരിപാടി, ആ ഉത്സവം നടത്താൻ പോവാറുണ്ട്. അപ്പനുള്ളവനല്ലേ അപ്പൻ അംഗീകരിക്കുകയോ അപ്പൻ പറയുന്ന കൽപ്പനകൾ പാലിക്കുകയോ ചെയ്യേണ്ടത്? അപ്പനെ അംഗീകരിക്കാത്തവന്, അപ്പനില്ലാത്തവന് അപ്പൻ്റെ കൽപ്പനയും പ്രമാണം എന്ത്? അതുകൊണ്ട് ഒന്നാം പ്രമാണം പാലിക്കാത്തവന് ഒരു പ്രമാണവും ബാധകമല്ല. എങ്ങനെ തോന്നുന്ന ജീവിക്കാം എന്നുള്ള സ്ഥിതിയാണ്. കത്തോലിക്കാണെങ്കിൽ ക്രൈസ്തവനാണെങ്കിൽ പാലിക്കേണ്ട ആദ്യത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മറ്റ് ആരാധനാ മൂർത്തികളെ ആശ്രയിക്കരുത്, അവിടെ പോകരുത്, ആരാധിക്കരുത്, വണങ്ങരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇടയ്ക്കിടെ പറയുന്നത് ഞാൻ ക്രൈസ്തവനാണെന്ന്. ഒന്നാം പ്രമാണമില്ലാത്തവന് ഒരു പ്രമാണവുമില്ല. ഞാൻ അയ്യപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണെന്ന് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. കാരണം അയ്യപ്പന്റെ വാസസ്ഥലവും എന്റെ ജന്മനാടും തമ്മിൽ ഏതാണ്ട് 30 കിലോമീറ്ററിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. എത്രയോ തവണ ശബരിമല അയ്യപ്പനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ തേടിപ്പോയ ചാണ്ടിയമ്മനോട് എനിക്ക് ബഹുമാനവും. 4 തവണ മല കയറാൻ പോയത് എനിക്കറിയാം. എത്രയോ തവണ എന്ന് ഇതിനകത്ത് നമ്മൾ കേട്ടു. അപ്പോൾ നിരവധി തവണ പോയിട്ടുള്ള ആൾക്ക് എന്താണ് വിശ്വാസം, അദ്ദേഹം ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചാണ്ടിയമ്മൻ പലതവണ പോയി, അദ്ദേഹത്തെ പുറത്താക്കണം, നിയന്ത്രിക്കാനോ അരുതെന്ന് പറയാനോ ആ സഭയിൽ ആരുമില്ല, ഇടയില്ലാത്ത അവസ്ഥ. കത്തോലിക്ക സഭയിൽ വ്യത്യസ്തമല്ല. എന്നോട് ഇതുവരെ എന്റെ പള്ളിക്കാരൻ നീ എന്തിനായി അമ്പലത്തിലെ പരിപാടിക്ക് ഒന്നും ചോദിച്ചിട്ടില്ല. എന്നോടൊരു പള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല നീ എന്തിനാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത്. എന്റെ നാട്ടിലുള്ളവർക്കറിയാം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത്. കത്തോലിക്ക സഭയിൽ ആരും ചോദ്യം ചെയ്യാനുമില്ല, നിയന്ത്രിക്കാനുമില്ല. അങ്ങനെ നാഥനില കളരി, ആത്മീയമായിട്ട് നാഥനില കളരിയാണ്. സാമ്പത്തിക കാര്യങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാം കൺട്രോൾ കൃത്യമാണ്. ആത്മീയ കാര്യങ്ങൾ നാഥനില കളരിയായിട്ട് എത്രയോ കാലമായി. അതുകൊണ്ട് ഇയാൾ ആരും പുറത്താക്കാനൊന്നും പോകുന്നില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുക, എല്ലാവരുടെയും വികാരങ്ങൾ നമ്മുടെ വികാരമാണെന്ന് കരുതുക, ഏതു ദൈവത്തെയും നമ്മുടെ ദൈവമാണെന്ന് കരുതുക. ഈ ഒരു മഹത്വത്തെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ കർണാടകത്തിന് എന്തെല്ലാം ആരാധനകളാണ് ഉള്ളത്. ലിംഗപൂജ, യോനി പൂജ, ആർത്തവ പൂജ, ഓരോ മരക്കുറ്റിക്കും തലയൊട്ടിക്കും ഒക്കെ പൂജ കൊടുക്കുന്നവരില്ലേ. അപ്പം ആ ആരാധനകളെല്ലാം നമ്മുടെ ആരാധനയായി കണ്ട്, ആ ആരാധനാലയം നമ്മുടെ ആരാധനാലയമായി കണ്ട്, അവരുടെ ദൈവങ്ങളെല്ലാം നമ്മുടെ ദൈവമായി കണ്ട് പോയി ആരാധിക്കുക എന്നത് എത്രയോ നികഷ്ടവും പ്രാകൃതവുമായി പോകും. ഇയാൾക്കല്ലാതെ ആർക്കെങ്കിലും ഇങ്ങനത്തെ വാക്ക് പറയാൻ പറ്റുമോ? ഞാൻ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ്, ഞായറാഴ്ച മുടങ്ങാതെ. പക്ഷേ എന്റെ വിശ്വാസം, ഞാൻ ക്ഷേത്രത്തിൽ പോയി ഒരു ദീപാരാധന തൊടുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല. എന്റെ നാട്ടിലുള്ളവർക്കറിയാം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു. കാരണം ഞാൻ ഭാരതീയനായതുകൊണ്ടാണ്. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത്, ഇന്ത്യ വിഭജന സമയത്ത് ഈ എരുമേലിക്കാരൻ പാകിസ്ഥാൻ അതിർത്തിയിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ ഇദ്ദേഹം എന്ത് പറയുമായിരുന്നു? ഞാൻ നല്ല കത്തോലിക്കനാണ്, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നവനാണ്, എന്നാൽ വെള്ളിയാഴ്ചകളിൽ മോസ്കിൽ ജുമായ്ക്ക് പോകുന്നവനാണ്, കാരണം ഞാൻ പാകിസ്ഥാനിയാണ് എന്ന് ഇയാൾ പറയുമായിരുന്നില്ലേ? അത്രയ്ക്ക് വിവരമില്ലേ ഈ പറഞ്ഞത്? ആ രാജ്യത്താണെങ്കിൽ മോസ്കിൽ, ഈ നാട്ടിലാണെങ്കിൽ ഞാൻ ക്ഷേത്രത്തിൽ പോകും. ആരാധന സംബന്ധിച്ച്, ദൈവാരാധന സംബന്ധിച്ച് വിവരമുള്ള മനുഷ്യന് വ്യക്തമായ നിലപാടുണ്ടാവണം. ഇദ്ദേഹത്തെ ആരാധനകളൊക്കെ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് കൂടുതൽ വ്യൂവേഴ്സിന് കിട്ടാനുള്ള ബുദ്ധിപരമായ തന്ത്രങ്ങളാണ്. ആചാരപരമായി കൈ കഴുകി ദേവനെ വണങ്ങി ആരാധിക്കുന്നത് കണ്ടല്ലോ. ദീർഘകാലത്തിന് ശേഷമാണ് ഒരാൾക്ക് മനുഷ്യനായി ജന്മം കിട്ടുക. അനേകം ജന്മങ്ങളിലൂടെ കടന്നു വേണം ഒരാൾ മനുഷ്യനായി ജനിക്കാൻ. അതിനുശേഷം അനേകം ജന്മങ്ങളിലൂടെ കടന്നു വേണം ഒരാൾക്ക് മോക്ഷം കിട്ടാൻ. അത്രയും അപൂർവമായ ഒന്നാണ് മനുഷ്യ ജീവൻ എന്ന് പറയുന്നത്. ഒരു ജീവിതമേ ഉള്ളൂ. അതിനുശേഷം പുനരുത്ഥാനം എന്ന് കത്തോലിക്ക സഭ മാത്രമല്ല സകല ക്രൈസ്തവർ, ബൈബിൾ അംഗീകരിക്കുന്ന സകല ക്രൈസ്തവരും പഠിപ്പിക്കുന്നിടത്താണ് അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഈ പല ജന്മങ്ങളെക്കുറിച്ച് പറയുന്നത്. പല ജന്മങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യജന്മത്തിലേക്ക് വരുന്നതെന്ന്. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ജന്മങ്ങളിൽ ആരായിരുന്നു? പട്ടിയായിരുന്നോ പാമ്പായിരുന്നോ? ഏത് ജന്മം കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? ഇനി ഈ ജന്മത്തിന് ശേഷം ഇനി ഏത് ജന്മത്തിലേക്കാണ് ഇയാൾ പോവുക? പട്ടിയായിട്ടോ പാമ്പായിട്ടോ അല്ലാതെ വേറെ ഈ കടിച്ചു കീറുന്ന വിഷം ചീറ്റുന്ന ജീവികളായിട്ടല്ലാതെ ഏതെങ്കിലും സാധ്യത ഇതിയാക്കുണ്ടോ?
കാരണം നിരവധി ജീവിതങ്ങളെ പിച്ചി ചീന്തി വളരെ നികഷ്ടമായി ആക്ഷേപിച്ച് കൊള്ളാവുന്ന ബിസിനസ്സുകാരെയും പ്രശസ്തരെയും എല്ലാവരെയും നികഷ്ടമായി ആക്ഷേപിച്ച് വീഡിയോ ഇട്ട് അവരെയൊക്കെ നശിപ്പിച്ച് കാശുണ്ടാക്കുന്ന ഈ ക്ഷുദ്രജീവി ഇങ്ങനെയുള്ള ക്ഷുദ്രജീവിയായിട്ടല്ലാതെ പോകാൻ സാധ്യതയുണ്ടോ? അത് ആ ജന്മം ചോദിച്ചു വാങ്ങാൻ സാധ്യതയില്ലേ? അതല്ലേ ഒരു ഹരം. സന്ധ്യാപ്രാർത്ഥനയുടെ ഗൗരവം പോലും അവർക്ക് മനസ്സിലാവാത്തതാണ്. പുരാണങ്ങളും ഇതിഹാസങ്ങളും വായിക്കുന്ന പാരമ്പര്യമില്ലാത്തതാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസികൾക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ഞാൻ. മുസ്ലിം വിശ്വാസികൾക്ക് പ്രചോദനം കൊടുക്കുന്ന പ്രസംഗം എന്തായാലും പ്രസംഗിക്കാത്തത്? എല്ലാ ദൈവങ്ങളെയും നമ്മുടെ ദൈവമായി കണ്ട് വണങ്ങുക എന്നൊക്കെ വലിയ ആദർശാദ്യം പറഞ്ഞില്ലേ? എന്താ മുസ്ലിം ദൈവത്തിന് മാത്രം എല്ലാ ദൈവങ്ങളിലും പെടാത്ത പ്രത്യേകത? ഞാൻ മുസ്ലിം വിരോധിയല്ലെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇയാളുടെ വീഡിയോകളിൽ ഭൂരിപക്ഷവും മുസ്ലിം വിരോധമാണ്. എല്ലാ ദൈവങ്ങളെയും സ്വന്തം ദൈവമായി കാണാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ ദൈവത്തെ സ്വന്തം ദൈവമായി കാണുന്നില്ല? ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് ആളെ കൂടുതൽ വരിക്കാരാക്കുക എന്ന ഒറ്റ നിഗൂഢ ലക്ഷ്യം, സാമ്പത്തിക ലക്ഷ്യം മാത്രമേ ഇയാൾക്കുള്ളൂ. ഇതിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ്, നയിക്കുന്നതാണ് മതം. ആ മതപാരമ്പര്യം തുടങ്ങുന്നത് നമ്മുടെ ഈ ഭാരതത്തിലാണ്, നമ്മുടെ മഹത്തായ ഭാരതത്തിലാണ്. ഭാരതത്തെ നോക്കി പഠിച്ചതാണ്, അല്ലെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കിയതാണ് മറ്റെല്ലാ മതങ്ങളും. ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഉണ്ടാക്കിയെടുത്ത ഈ ഭാരതീയ മതത്തെ നോക്കി പഠിച്ച, ഇത് ചില്ലറ മാറ്റങ്ങൾ വരുത്തി സ്ഥാപിച്ച ഒരു മതമാണ് ക്രൈസ്തവ മതമെന്നൊക്കെ മറ്റ് മതങ്ങളെന്നൊക്കെ ഇയാൾ പറയണമെങ്കിൽ ഇയാൾക്കല്ലാതെ വേറെ ഒരു നികൃഷ്ടനും നീചനും സാധിക്കില്ലത്. അപാര പാണ്ഡിത്യമാണ്. ഇയാൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്കിൽ ക്രിസ്ത്യാനി എന്ന ക്രിസ്തു എന്നൊരാളില്ലേ? ഈ ക്രിസ്തു എന്ന ചരിത്രപുരുഷനെ ദൈവപുത്രനെ ആക്ഷേപിക്കുന്ന വാക്കല്ലേ ഇത്? അപ്പോൾ ഭാരതീയ തത്വചിന്തകളിൽ ഒരു ചെറിയ ചില്ലറ മാറ്റം വരുത്തി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് മതമാണ് ക്രൈസ്തവ മതമെങ്കിൽ ആ മതം അവതരിപ്പിച്ച ബൈബിളും ഒരു തട്ടിക്കൂട്ട് സാങ്കല്പിക ഗ്രന്ഥമാണെന്നും അതിലൊരു സാങ്കല്പിക കഥാപാത്രമാണ് ക്രിസ്തു എന്നല്ലേ ഇയാൾ ഉദ്ദേശിക്കുന്നത്? അതല്ലേ ഇയാളുടെ ധാരണ? അതുകൊണ്ടല്ലേ ആ വാക്ക് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് ഇയാൾ ക്രിസ്ത്യാനെന്ന് പറയണം? എല്ലാ സാങ്കല്പികവും തട്ടിക്കൂട്ടും മാത്രമായതുകൊണ്ട് എവിടെയും പോകാമെന്നാണോ? എന്ത് വിവരദോഷമാണ്. ക്രൈസ്തവ വിശ്വാസിയാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന മക്കളെ സൺഡേ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന, ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യവസ്ഥാപിത ക്രൈസ്തവ വിശ്വാസി തന്നെയാണ്. ക്രൈസ്തവ പാരമ്പര്യമോ? ക്രൈസ്തവ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ആളോ? എന്താ ഇവരെക്കൊണ്ട് വിളിച്ച് പറയുന്നത്? ക്രൈസ്തവ ജാതിയിൽപ്പെട്ട മാതാപിതാക്കൾ ജനിച്ചു പോയി എന്ന ഒരബദ്ധം പറ്റി എന്നല്ലേ ഇയാൾ പറയേണ്ടത്? എന്നിട്ട് ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളെ ഇയാളീ പറയുന്നത് ഹൈന്ദവ വിശ്വാസ പാരമ്പര്യമല്ലേ? അത് ധൈര്യമായിട്ട് പ്രസംഗിച്ചിട്ട് ഞാൻ ഹിന്ദുവാണെന്നങ്ങ് പ്രഖ്യാപിക്കേ. ഭൂരിപക്ഷം അതല്ലേ, പിടിച്ചു നിൽക്കാൻ നല്ലതല്ലേ? ഇനിയിപ്പോ തിരിച്ചു പോകണം, കാരണം നാളെ മലയാറ്റൂർ മല കയറാൻ പോകുന്ന ദിവസം. ഞങ്ങൾക്ക് ഈ ആണ്ടുതോറും ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട്, ആണ്ടുതോറും മലയാറ്റൂർ പോകുന്നവരുണ്ട്. എല്ലാ ആണ്ടിലും മലയാറ്റൂരിൽ ശബരിമലയ്ക്കും അമ്പലത്തിനും പള്ളിയിലും ഒക്കെ കയറി ഇറങ്ങുന്നവരെ അപൂർവ്വം കാണാറുള്ളൂ. അങ്ങനെയുള്ള ചിലർ കപ്പലണ്ടി വിൽക്കാനും ലോട്ടറി വിൽക്കാനൊക്കെ പോകാറുണ്ട്. പക്ഷെ മാധ്യമപ്രവർത്തകർ സാമാന്യ ബോധമുള്ളവരാണ്. മാധ്യമപ്രവർത്തകരാരും ഇങ്ങനെ പോകാറുള്ളതായിട്ട് കേട്ടിട്ടില്ല. ഇയാൾക്ക് മാത്രമേ ഇത് കഴിയുകയുള്ളൂ. ആണും പെണ്ണും കെട്ട ഇദ്ദേഹം അല്ലാതെ വേറെ ആര് പോകും? രണ്ടിടത്ത് ഒന്നിച്ച് എവിടെയെങ്കിലും ഒന്ന് ഉറക്കണ്ടേ? ഇത്രയും പ്രായമായിട്ട് ഇനി ഉറച്ചില്ലല്ലോ, എന്ന് ഉറയ്ക്കും? ധൈര്യമായിട്ട് പറ ഹിന്ദുവാണെന്ന്. പലരും പറയും ഏകദൈവ വിശ്വാസം ഹിന്ദുമതത്തിനില്ല എന്ന്. അതവർ ഗീത വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്, ഹിന്ദു വിശ്വാസം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. യഥാർത്ഥ ഏകദൈവ വിശ്വാസം ആരംഭിക്കുന്നത് ഹൈന്ദവ ദർശനങ്ങളിലാണ്. യഥാർത്ഥ ഏകദൈവ വിശ്വാസം ആരംഭിച്ചതിനെ കുറിച്ചുള്ള വളരെ പാണ്ഡിത്യം നിറഞ്ഞ അപാരമായ വൈജ്ഞാനികമായൊരു ക്ലാസ്സേ ഇയാൾ എവിടെ നിന്ന് വന്ന് എന്ത് ABCD അറിയാം? ഇയാൾ ഈ പ്രസംഗിക്കുന്ന ഹൈന്ദവ മതത്തെക്കുറിച്ച് എങ്കിലും ഒന്ന് പഠിച്ചുകൂടെ? ഒരു ദൈവത്തെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റുമോ? നിരവധി ദൈവങ്ങളില്ലാതെ എങ്ങനെ പ്രപഞ്ചം കാത്ത് പരിപാലിക്കുമെന്നൊക്കെ പറഞ്ഞ് ബഹുദൈവാരാധന അറിഞ്ഞുകൊണ്ട് അംഗീകരിച്ച് പ്രബോധിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന ഹൈന്ദവ തത്വങ്ങളെങ്കിലും ഇയാൾ പഠിക്കണ്ടേ? യഥാർത്ഥ ഏകദൈവ വിശ്വാസം ആരംഭിച്ചത് ഹൈന്ദവ മതത്തിലാണെന്ന്. അബ്രഹാത്തിന്റെ ദൈവത്തിൽ വിശ്വസിച്ച ജൂതരെയും ക്രൈസ്തവരെയും ഇസ്ലാമിനെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ആക്ഷേപിക്കുന്ന പുച്ഛിക്കുന്ന വാക്കല്ലേ ഇത്? എന്ത് വിവരദോഷമാണ് ഇയാൾ പറയുന്നത്? ഇയാൾക്ക് എന്തെല്ലാം സ്ഥലകാല ബോധമുള്ള മനുഷ്യനിങ്ങനെ പറയൂ? ഇയാൾ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നത് തടയാൻ സഭയിൽ ആരുമില്ലേ? ഏതെങ്കിലും മഴയെ തോടിക്കേറി സൺഡേ സ്കൂൾ വരാന്തയിൽ 5 മിനിറ്റ് നിന്ന പാരമ്പര്യമെങ്കിലും ഇയാൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? ഒരു തർക്കവും വേണ്ട. ഭാരതീയമായ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആത്മീയ സംസ്കാരത്തെ മറക്കാനോ തള്ളിക്കളയാനോ ആർക്കും കഴിയാത്ത ഒരു കാലം വരുന്നു. ഇയാൾ സൺഡേ സ്കൂളിൽ പഠിച്ചത് സനാതനമാണോ? സനാതിനിയാകാനാണോ? മക്കളെ സൺഡേ സ്കൂളിൽ വിടുന്നവനാണെന്നും കത്തോലിക്ക പള്ളിയിൽ പോകുന്നവനാണെന്നും ഇയാൾ പറയുന്നിടത്തേ പ്രശ്നമുള്ളൂ. ഈ പ്രസംഗമൊക്കെ നല്ല പ്രസംഗിച്ചോട്ടെ, പക്ഷേ ഈ കൂടെ അതുകൂടി പറയരുത്.
അത് അവഹേളനമാണ്. ആണും പെണ്ണും പെട്ട ശിഖണ്ഡിത്തരമാണത്. ഇയാൾക്ക് മക്കളെ എന്തിനാ സൺഡേ സ്കൂളിൽ വിടണം? ഏതെങ്കിലും സനാതന മൂല്യം പഠിപ്പിക്കാൻ, മറ്റേ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയ സ്വാമിമാരെ ഏൽപ്പിച്ചാൽ പോരെ. പിന്നെ എന്തിനോട് സൺഡേ സ്കൂളിൽ മക്കളെ വിടുന്നു? ഇയാളെ സഭയ്ക്കൊരു ബാധ്യതയാണ്, ശാപമാണ്. ഒന്ന് ഒഴിവായിക്കൂടെ? ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സത്യസന്ധതയില്ലായ്മ, ഹിപ്പോക്രസി. ഏതു നിലപാടും നമുക്കെടുക്കാം, ഏതു നിലപാടും. രാജ്യത്തെ നിയമത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഏതു നിലപാടും. CPM കാരനാവാം, SDPI കാരനാവാം, BJP കാരനാവും, കോൺഗ്രസ് കാരനാവും. പക്ഷെ എടുക്കുന്ന നിലപാടിനോട് സത്യസന്ധത വേണം. ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഹിന്ദു വിശ്വാസത്തോട് കൂറ് വേണം കേട്ടോ. എടുക്കുന്ന നിലപാടിനോട് വിശ്വസ്തത വേണമെന്ന് പറ്റിയ ആളാ പറയണത്. അവനവൻ്റെ വിശ്വാസത്തോട് ഒരു കൂറുണ്ടോ? അതിനോട് വിശ്വസ്ത പുലർത്തുന്നുണ്ടോ? ക്രിസ്ത്യാനികൾ ഇങ്ങനെ പുച്ഛിക്കരുത്. ഒന്നാം പ്രമാണം പാലിക്കാൻ, കർത്താവല്ലാതെ മറ്റ് ദൈവത്തെ വണങ്ങരുത് എന്ന് ഒന്നാം പ്രമാണം പാലിക്കുക എന്നാണ് ക്രിസ്തീയ നിഷ്ഠയിലെ പ്രധാന കാര്യം. അത് പാലിക്കാൻ ഇയാൾക്ക് മാത്രം ബാധ്യതയില്ലെന്നാണോ? ഇയാൾ വെറുക്കുന്ന ഹിപ്പോക്രാറ്റ് ഇയാൾ തന്നെയാണ്. സത്യസന്ധത ഇല്ലാത്തയാൾ, ഒന്നാമത്തെ ആൾ ഇയാൾ തന്നെയാണ്. ഹിന്ദുവാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ നിഷ്ഠ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഇയാൾ ക്രിസ്ത്യാനി എങ്കിൽ ക്രിസ്തീയ നിഷ്ഠ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ മാമോദീസ മുങ്ങണം. 7 കുദാശകളുണ്ട്, 7 കുദാശ സ്വീകരിക്കണം. കത്തോലിക്ക സഭയിൽ 7 കുദാശകൾ സ്വീകരിക്കണമെന്ന്. വിവരദോഷം, വെളിവില്ലായ്മ മുഴുവനും കേൾവിക്കാരിൽ ഇറക്കി വെച്ചിട്ട് അടങ്ങും. 7 കുദാശ സ്വീകരിക്കാൻ കത്തോലിക്കർക്ക് ആർക്കും പറ്റില്ല. 4 കുദാശകൾ, മാമോദീസ, സ്ഥൈര്യലേപനം, കുംഭസാരം, വിശ്വകുർബാന, ഈ 4 കുദാശകൾ മാത്രമാണ് നിർബന്ധമുള്ളത്. മറ്റ് 3 കുദാശകൾ ഐശ്ചര്യമാണ്. ഒരു അസുഖമുള്ളപ്പോൾ രോഗിലേപനം സ്വീകരിക്കണമോ? വേണമെങ്കിൽ അച്ഛനെ വിളിച്ചാൽ മതി. കല്യാണം കഴിക്കണമോ? വേണമെങ്കിൽ കഴിച്ചാൽ പോരെ. ആരോഗ്യത്തിന് പോകണമോ? നിർബന്ധമുണ്ട്. അതിന് നിർബന്ധമില്ലല്ലോ. പോകണമെങ്കിൽ സ്വീകരിച്ചാൽ പോരെ. അപ്പോൾ ഈ 4 കുദാശകൾ സ്വീകരിക്കേണ്ട ആവശ്യമുള്ള ഒരാൾ ഈ നിലയിലാണ് വിവരമില്ലായ്മ പുലമ്പുന്നത്. ആദ്യം വേണ്ടത് മഹാഭാരതവും ഭഗവത്ഗീതയും വായിക്കുക. മിനിമം. എത്ര പേര് ഗീത വായിച്ചിട്ടുണ്ട്? ഭാരതം വായിച്ചിട്ടുണ്ട്? രാമായണം വായിച്ചിട്ടുണ്ട്? ഈ 3 വായിക്കുക മിനിമം. ഈ 3 വായിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഹിന്ദു ആവും? പലവട്ടം വായിക്കണം മിനിമം. അത്രയും മാത്രം ചെയ്താൽ ഒരു ഹിന്ദുവിന് അവന്റെ സ്വത്വബോധം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് നാണക്കേട് തോന്നും. കാരണം അവരുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അവരോട് വാദിച്ച് ജയിക്കാൻ കഴിയാതെ വരുമ്പം പതിയെ അങ്ങ് സൈഡാവും. എങ്കിൽ മറുനാടിന്റെ മക്കളെ സൺഡേ സ്കൂളിലല്ല വിടേണ്ടത്. ഇയാൾ മക്കളെ ഉള്ള ഹൈന്ദവ ആശ്രമങ്ങളിലാണ് പഠിപ്പിക്കാൻ വരേണ്ടത്. ഏകദൈവ വിശ്വാസം പറയുന്ന ക്രൈസ്തവ കുട്ടികളോട് തർക്കിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാതെ സൈഡാവരുതല്ലോ. ആരോടെ ഇയാൾക്ക് ആത്മാർത്ഥത? എടുക്കുന്ന നിലപാടിനോട് വിശ്വസ്ത പുലർത്തുന്നുണ്ടോ? അവനവന്റെ വിശ്വാസത്തോട് ഒരു കൂറുണ്ടോ? സന്ധ്യയ്ക്ക് നാമം ചെല്ലുക മിനിമം ചെയ്യേണ്ട ഒന്നിന്റെ കാര്യമാണ്. കുറച്ചു നേരം മതി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വായനശാലയിൽ പോകുന്ന ഇരുട്ടത്തൂടെ പോകുമ്പോൾ എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ച് വെച്ചാൽ, അന്ന് കറണ്ടില്ല, വിളക്കിന്റെ വെട്ടത്തിൽ നമുക്ക് രാമ 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 എന്ന് കേൾക്കുമ്പോൾ എന്നെ ഒരു സുഖമായിരുന്നു. ഇപ്പൊ എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ? കേൾക്കാറില്ല. ഈ ജപിക്കുന്നത് കേൾക്കാൻ രസമാണ് ഒത്തിരി പേർക്ക്. അതെ, അങ്ങനെയെങ്കിൽ മറുനാടൻ്റെ വീട്ടിലും സന്ധിക്ക് കുരിശുവരെയും കൊന്തയൊന്നുമല്ല, നാമം ജപമാണെന്ന് വിചാരിക്കുക. കുഴപ്പമില്ല, നടക്കട്ടെ. പക്ഷെ കൊന്ത കഴുത്തിൽ ധരിക്കുകയും ഞാൻ ക്രിസ്തുവനാണെന്ന് അവകാശപ്പെടുകയും വിശ്വാസനിഷ്ഠ പാലിക്കുന്നതിനാണെന്ന് പറയുകയും ചെയ്യുന്നിടത്ത വൈരുദ്ധ്യം, അത് എന്തിനിങ്ങനെ 2 വഞ്ചി കാലി വെക്കുന്നു? എവിടെയെങ്കിലും ഉറച്ചുകൂടെ? ഏറിയാൽ 100 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്ന ഒരു ആയുസ്സാണ് പ്രകൃതി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ സനാതന ധർമ്മം പറയുന്നത് മോക്ഷം അത് നിത്യമാണ്. ആ ജീവിതത്തിലേക്കുള്ള യാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ചെറിയ കാലം. അത് ജന്മങ്ങളും പുനർജന്മങ്ങളും ഉണ്ടാവും. അതിനൊക്കെ ശേഷമേ നമുക്ക് മോക്ഷം കിട്ടും. അല്ലാതെ മരിച്ച ഉടനെ മോക്ഷം കിട്ടില്ല. മനുഷ്യനായും മറ്റു പലതായും നമ്മൾ ജനിക്കുകയും പുനർജനിക്കുകയും ചെയ്യണം. ഒടുവിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടും. ആ മോക്ഷത്തിന് വേണ്ടി, ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന ധർമ്മമാണ്, കർമ്മമാണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്. മോക്ഷം നേടാൻ സനാതന ധർമ്മം പഠിപ്പിക്കണം എന്നാണ് നിർബന്ധമെങ്കിൽ അത് മക്കളെ സൺഡേ സ്കൂളിൽ വിടരുത്. മോക്ഷം നേടാൻ സനാതന ധർമ്മം പഠിപ്പിക്കാത്തത് കൊണ്ട് മുസ്ലിങ്ങൾ മോക്ഷം നേടാൻ അവരുടെ കിതാബ് പഠിപ്പിക്കുന്നതുകൊണ്ടാണോ അവരുടെ വൈരാഗ്യം? ഈ പക തീർത്തുകൊണ്ട് മുസ്ലിമിനെതിരെ മുഴുവൻ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം അതാണ് എന്നല്ലേ വ്യക്തമാകുന്നു ഇതിനകത്ത്. അതുകൊണ്ട് ചുരുക്കി ഇത്രേ പറയുന്നുള്ളൂ. ആർക്കും ഇന്ത്യ മഹാരാജ്യത്ത് ഏത് വിശ്വാസം സ്വീകരിക്കാൻ ദൈവവിശ്വാസം വേണമെന്ന് പോലുമില്ല. പക്ഷേ താൻ ദൈവവിശ്വാസിയാണെന്ന് പറയുന്നെങ്കിൽ, ഇന്ന മതക്കാരനാണെന്ന് പറയുന്നെങ്കിൽ ആ മതത്തോട് കൂറ് പുലർത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വിശ്വാസം ഏറ്റു പറയാൻ, എന്റെ വിശ്വാസം ഉറക്കെ പറയാനുള്ള ധൈര്യമില്ലായ്മയാണ് ഹിന്ദു നേരിടുന്ന പ്രതിസന്ധി. ക്രൈസ്തവ വിശ്വാസം ഏറ്റു പറയാൻ, ഉറക്കെ പറയാൻ ധൈര്യമില്ലായ്മയാണ് മറുനാട് നേരിടുന്ന പ്രതിസന്ധി. അതാ യാഥാർത്ഥ്യം. ഈ 2 വഞ്ചി കാലിട്ട് ആണും പെണ്ണും കെട്ട അവസ്ഥ പറ്റില്ല. അത്ര ശുദ്ധ ഹിപ്പോക്രാസ്, വിശ്വസ്തതയില്ലാത്ത ആള്,
എടുക്കുന്ന നിലപാടിനോട് കൂറില്ലാത്ത, വിശ്വാസതയില്ലാത്ത, സത്യസന്ധത ഇല്ലാത്ത ആളാകരുത് മറുനാട്. ഇനിയെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകണം, മാറ്റം ഉണ്ടാകണം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ.